ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഫ്ലൂയിഡ് മെക്കാനിക്സിലെ അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഡൈനാമിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബെർണോളീസ് ഇക്വേഷൻ ആണ്. ബെർണോളീസ് ഇക്വേഷൻ അല്ലെങ്കിൽ ബെർണോളീസ് തിയറം എന്നും വിളിക്കാം. ബെർണോളീസ് ഇക്വേഷൻ അല്ലെങ്കിൽ ബെർണോളീസ് തിയറം. എന്താണ് തിയറം പറയുന്നത്? P1 plus half rho V1 square plus rho G H1 is equal to P2 plus half rho V2 square plus rho G H2. അല്ലെങ്കിൽ നമുക്ക് പറയാം P plus half rho V square plus rho G H is equal to a constant. ഇതൊക്കെ എന്താ? ഈ P ഹാഫ് റോ V സ്ക്വയർ റോ G H ഒക്കെ എന്താണെന്ന് നോക്കാം. P മീൻസ് പ്രഷർ അല്ലേ? അല്ലെങ്കിൽ അവിടെ കട്ടെ, ബാക്കി പറയാം. ഹാഫ് റോ V സ്ക്വയർ എന്ന് വെച്ചാൽ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയമാണ്. കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം. റോ ജി എച്ച് എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം. പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം. പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം. ഓക്കെ, അപ്പോൾ ഇത് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയമാണ്, ഇത് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയമാണ്. അപ്പോൾ ആ ഒരു റൈം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് അതുപോലെ തന്നെ പറയാൻ വേണ്ടി നമ്മൾ ഇതിനെ വിളിക്കും പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ സേ ദി സം ഓഫ് പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം, കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം and potential energy per unit volume is a constant. നമുക്കിനി അങ്ങനെ ഒരു ഫ്ലോ കൺസിഡർ ചെയ്യാം. ഗ്രൗണ്ട് ആണ്, ഗ്രൗണ്ടിന്റെ മുകളിൽ ഒരു പൈപ്പിന് രണ്ട് ക്രോസ് സെക്ഷൻ 1ഉം ക്രോസ് സെക്ഷൻ 2. ഗ്രൗണ്ടിൽ നിന്ന് ക്രോസ് സെക്ഷൻ 1ലേക്കുള്ള ഹൈറ്റിനെ നമുക്ക് H1 കൊണ്ട് ഡിനോട്ട് ചെയ്യാം. അതേപോലെ ഗ്രൗണ്ടിൽ നിന്ന് ക്രോസ് സെക്ഷൻ 2ലേക്കുള്ള ഹൈറ്റിനെ H2 എന്ന് വിളിക്കാം. ഈ ഫസ്റ്റ് ക്രോസ് സെക്ഷന്റെ ഏരിയനെ നമുക്ക് A1 എന്നും സെക്കൻഡ് ക്രോസ് സെക്ഷന്റെ ഏരിയനെ A2 എന്നും വിളിക്കാം. ഫസ്റ്റ് ക്രോസ് സെക്ഷന്റെ അവിടുത്തെ ഫ്ലൂയിഡ് ഫ്ലോന്റെ വെലോസിറ്റി നമുക്ക് V1 എന്നും അതേപോലെ സെക്കൻഡ് ക്രോസ് സെക്ഷന്റെ അവിടുത്തെ വെലോസിറ്റിനെ V2 എന്നും വിളിക്കാം. ഫസ്റ്റ് ക്രോസ് സെക്ഷന്റെ ഇവിടെ ഈ ബാക്കിൽ വരുന്ന ഫ്ലൂയിഡ് ഉണ്ടല്ലോ, അതിവിടെ ഒരു പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് P1 ആണ്. ഇവിടുത്തെ പ്രഷർ P2 ആണ്. ഈ ഒരു പൈപ്പിൽ കൂടി ഇവിടെ നിന്ന് ഇങ്ങനെ ഫ്ലൂയിഡ് വരുന്നുണ്ട്. ഈ വരുന്ന ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പൈപ്പിൽ കൂടി ഇങ്ങനെ എൻ്റർ ചെയ്ത് പുറത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു പൈപ്പിൻ്റെ ഒരു പീസ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. ക്രോസ് സെക്ഷൻ 1നും ക്രോസ് സെക്ഷൻ 2നും ഇടയിലുള്ള ഒരു പീസ് കൺസിഡർ ചെയ്യാണ്. ഇവിടെ ഇതിൻ്റെ ഡെൻസിറ്റി, നമ്മുടെ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി റോ ആണ്, അതിൽ ചേഞ്ച് ഉണ്ടാവില്ല. ഇത്രയും കാര്യങ്ങളാണ് ഫ്ലൂയിഡ് ഫ്ലോയിൽ നടക്കുന്നത്. ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യാനുണ്ട്. നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പെർ യൂണിറ്റ് വോളിയം ആയിരിക്കും. കൈനറ്റിക് എനർജി അറ്റ് ഫസ്റ്റ് ക്രോസ് സെക്ഷനിലെ വെലോസിറ്റി V1 ആണ്. അപ്പോൾ കൈനറ്റിക് എനർജി അറ്റ് ഫസ്റ്റ് ക്രോസ് സെക്ഷൻ V half into m അല്ല റോ V1 സ്ക്വയർ.
kinetic energy at second cross section will be half rho v2 square. Potential energy at first cross section നമുക്ക് u1 എന്ന് വിളിക്കാം. u1 will be m എന്നല്ല rho g h1 per unit വോളിയം ആണ്. ആൻഡ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് സെക്കൻഡ് ക്രോസ് സെക്ഷൻ, ഇവിടുത്തെ ഹൈറ്റ് h2 അല്ലേ, അപ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ റോ ജി h2 ആണ്. ഫസ്റ്റ് ക്രോസ് സെക്ഷനിലെ പ്രഷർ P1, സെക്കൻഡ് ക്രോസ് സെക്ഷനിലെ പ്രഷർ P2. റൈറ്റ്. ഇനി ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഇറ്റ് വിൽ ബി ഹാഫ് റോ v2 സ്ക്വയർ മൈനസ് ഹാഫ് റോ v1 സ്ക്വയർ. ഹാഫ് റോ v2 സ്ക്വയർ മൈനസ് ഹാഫ് റോ v1 സ്ക്വയർ. Change in potential energy will be U2 minus U1, which means rho g h2 minus rho g h1. ഈ ഫ്ലോ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഫ്ലോ എൻ്റർ ചെയ്യുന്നത് ഫസ്റ്റ് ക്രോസ് സെക്ഷൻ ആണ്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലൂയിഡ് ഉണ്ട്, ഫ്ലൂയിഡ് മോളിക്യൂൾ പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അത് നേരെ ഇവിടെ എത്തുമ്പോൾ അതിൻ്റെ ഹൈറ്റ് എത്രയായി? h2 ആയി. അപ്പോൾ ഇതിൽ കൂടി എൻ്റർ ചെയ്യുന്ന ഫ്ലൂയിഡ് ഇവിടെ എത്തുമ്പോൾ അതിൻ്റെ ഹൈറ്റ് h2 ആവുന്നില്ലേ? h1 ഉള്ള ഹൈറ്റ് h2 ആവുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് ഉണ്ടെന്നല്ലേ. ആ പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് ആണ് U2 മൈനസ് U1 കൊണ്ട് ഇവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഇറ്റ് മീൻസ് റോ ജി h2 മൈനസ് റോ ജി h1. പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം, എല്ലാം പെർ യൂണിറ്റ് വോളിയമാണ്. വോളിയം 1 ആണ്. അതേപോലെ V1 വെലോസിറ്റിയിൽ എൻ്റർ ചെയ്യുന്ന ഈ ഫ്ലൂയിഡ് ഇവിടെ എത്തുമ്പോൾ V2 വെലോസിറ്റിയായി മാറുന്നില്ലേ? അതിനർത്ഥം ഇവിടെ ഒരു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഉണ്ടായിട്ടുണ്ടല്ലോ. കൈനറ്റിക് എനർജി ഉണ്ടാവുന്നത് എങ്ങനെയാ? വെലോസിറ്റിയിൽ മാറ്റം വരണം. അപ്പോൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം വിൽ ബി ഈക്വൽ ടു K2 മൈനസ് K1 ഇസ് ഈക്വൽ ടു ഹാഫ് റോ V2 സ്ക്വയർ മൈനസ് ഹാഫ് റോ V1 സ്ക്വയർ. ഇത്രയും ക്ലിയർ ആണ്. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ബോഡിക്ക് പൊട്ടൻഷ്യൽ എനർജി ചേഞ്ചും അതേപോലെ കൈനറ്റിക് എനർജി ചേഞ്ചും ഉണ്ടെങ്കിൽ അതിനർത്ഥം ആ ബോഡിയുടെ മുകളിൽ, ആ ഫ്ലൂയിഡിന്റെ മുകളിൽ ആരോ വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് പറയാം വർക്ക് ഡൺ ഓൺ ദി ഫ്ലൂയിഡ്, നമ്മുടെ ചിത്രത്തിലെ ഫ്ലൂയിഡ്, ബൈ ആൻ എക്സ്റ്റേണൽ ഏജന്റ്. അങ്ങനെ പറയാൻ കാരണം എന്താ? എക്സ്റ്റേണൽ ഏജന്റിന് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കതിന് W എന്ന് വിളിക്കാം. ഏത് എക്സ്റ്റേണൽ ഏജന്റ് ആണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇത് വർക്ക് ഡൺ പെർ യൂണിറ്റ് വോളിയം ആണ്, എല്ലാം യൂണിറ്റ് വോളിയത്തിലാണ്, അതാണ് വർക്ക് ഡൺ എടുക്കുന്നത്. അപ്പോൾ വർക്ക് ഡൺ പെർ യൂണിറ്റ് വോളിയമാണ്, പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയമാണ്, കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയമാണ്. ഇനി ആരാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. വർക്ക് ചെയ്യുന്നത് ഈ പ്രഷറാണ്. ഈ പ്രഷർ എന്ത് ചെയ്യും? ഇവിടുത്തെ ഫ്ലൂയിഡിനെ ഇങ്ങോട്ട് പുഷ് ചെയ്യും. റൈറ്റ്. അപ്പോൾ ഈ പ്രഷർ ഫ്ലൂയിഡിന്റെ മുകളിലല്ലേ വർക്ക് ചെയ്യുന്നത്? വർക്ക് ഡൺ ഓൺ ദി ഫ്ലൂയിഡ് അല്ലേ? ഇവിടെ വർക്ക് ഡൺ ഓൺ ദി ഫ്ലൂയിഡ് ആണ് ബൈ ദിസ് പ്രഷർ. ഇവിടെയോ ഈ ഫ്ലൂയിഡ് ലെയർ ഇങ്ങോട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇറ്റ് മീൻസ് ഇറ്റ് ഈസ് ദി വർക്ക് ഡൺ ബൈ ദി ഫ്ലൂയിഡ് ലെയർ. അപ്പോൾ വർക്ക് ഡൺ ഓൺ ഫ്ലൂയിഡ് ഇത്രയാണ്, വർക്ക് ഡൺ ബൈ ഫ്ലൂയിഡ് ഇത്രയാണ്. അപ്പൊ നെറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? P1 മൈനസ് P2. വർക്ക് ഡൺ ഓൺ ദി ഫ്ലൂയിഡ് മൈനസ് വർക്ക് ഡൺ ബൈ ദി ഫ്ലൂയിഡ്. നമുക്ക് വർക്ക് ഡൺ കിട്ടി, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കിട്ടി, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി കിട്ടി. ഇറ്റ് മീൻസ് വി can say വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു ചേഞ്ച് ഇൻ എനർജി. ആരാ പറഞ്ഞത്? ബൈ വർക്ക് എനർജി തിയറം. So here the energy will be kinetic energy and potential energy. We can say work done will be equal to change in kinetic energy plus change in potential energy. Work done P1 minus P2 is equal to change in kinetic energy.
ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഓൾ ക്വാണ്ടിറ്റീസ് ആർ പെർ യൂണിറ്റ് വോളിയം. അതുകൊണ്ടാണ് ഇവിടെ ബാക്കി ടേംസ് ഒന്നും ഇല്ലാത്തത്. വോളിയം എന്നുള്ള ടേംസ് ഇവിടെ ഇല്ലാത്തത് അതുകൊണ്ടാണ്. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി വിൽ ബി ഈക്വൽ ടു ഹാഫ് റോ V2 സ്ക്വയർ മൈനസ് ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി വിൽ ബി ഈക്വൽ ടു ഹാഫ് റോ GH2 മൈനസ് റോ GH1. ഇവിടെ 1 വരുന്ന ടേംസ് ഒക്കെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? P1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് റോ GH1 ഇസ് ഈക്വൽ ടു P2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ plus rho GH2. This means